ഇത്തരത്തിൽ വാഹനത്തിന്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഒരിക്കലും വാഹനത്തിന്റെ മുൻഭാഗത്തുകൂടി കടന്നു പോകരുത്. വാഹനത്തിന്റെ മുൻഭാഗം ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്, ഡ്രൈവർക്ക് കാണില്ല. അപ്പോൾ എങ്ങനെ നടന്നു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം. അത് മാത്രം അത്രയും ദൂരേക്ക് നടക്കരുത്, അടുത്ത് നടക്കരുത്, കുറച്ച് ദൂരേക്ക് നടക്കുക. കൈ ഇങ്ങനെ പൊക്കി നടക്കുക. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൈ ഈ രീതി പിടിക്കുക. മനസ്സിലായില്ലേ? നമ്മൾ ബോഡി ഇങ്ങനെ വരല്ലേ, നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് വശം കവർ ചെയ്യുമ്പം കൈ ഇങ്ങനെ കൊണ്ട് വരിക. അപ്പോൾ ഇൻ കേസ് ഒരു വാഹനം അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആ വാഹനം നമ്മുടെ കയ്യിലായിരിക്കും തട്ടുന്നത്. മനസ്സിലായി? അതേസമയം നമ്മൾ ബോഡി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ തട്ടാനുള്ള സാധ്യത ബോഡിയിലാണ്. സോ നമ്മൾ നടക്കുമ്പോൾ ഡ്രൈവറുടെ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ കൈ ഉയർത്തി നടക്കുക, വാഹനത്തിന് തൊട്ട് ഫ്രണ്ടിൽ കൂടെ നടക്കരുത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ബാക്കി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം. പലപ്പോഴും വണ്ടി നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും സ്റ്റാറ്റസ് നോക്കാൻ അല്ലെങ്കിൽ ഒരു കോൾ വിളിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോൾ മൊബൈൽ ഇത്തരത്തിൽ എടുക്കാറുണ്ട്. അപ്പോൾ സറൗണ്ടിങ്സിലുള്ള നിങ്ങളുടെ അറ്റൻഷൻ മാറും. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ബെല്ലടിക്കുമ്പോൾ വാഹനം മുന്നോട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ആ സമയത്ത് ഈ ഫ്രണ്ടിൽ ആരെങ്കിലും പാസ് ചെയ്തോ നിങ്ങൾ അറിയില്ല. അപ്പോൾ നിങ്ങൾ സറൗണ്ടിങ്സ് ഒന്നുകൂടെ നോക്കുക. വല്ലാണ്ട് ഹോൺ അടിക്കരുത്, ജസ്റ്റ് ഒന്ന് ഹോൺ അടിച്ച് വളരെ സ്ലോയിൽ വണ്ടി എടുക്കുക. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു വ്യക്തി ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അദ്ദേഹത്തിന്റെ മുകളിൽ കൂടെ വണ്ടി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അതുണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ക്രോസ് ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പം മുമ്പിൽ കൂടെ അല്ല പുറകിൽ കൂടെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ മുന്നോട്ട് എടുക്കുമ്പോഴും പുറന്നോട്ട് എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ച് വേണം വാഹനം എടുക്കാൻ വേണ്ടി.